ചേർത്തല ദേശീയപാതയിൽ അടക്കം അപകട മരണം വർദ്ധിച്ചതോടെ ബോധവത്കരണവുമായി മോട്ടോർവാഹന വകുപ്പ് 2 മാസത്തിനിടെ വാഹന അപകടത്തിൽ 6 പേരാണ് ചേർത്തല താലൂക്കിൽ മാത്രം മരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെവി വാഹനങ്ങളുടെ ഡ്രൈവർക്ക് പ്രത്യേക ബോധവത്കരണം നടത്തിയത്. ചേർത്തലയിൽ ഇരുചക്ര വാഹന യാത്രക്കാരുടെ ജീവനെടുക്കുന്ന അപകടങ്ങൾക്ക് കാരണം ടോറസ് പോലുള്ള വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ഇങ്ങനെയുള്ളത് ഫ്രണ്ട് വീലാർച്ചിൽ നിന്ന് പുറകിലത്തെ വീലാർച്ച് വരെയുള്ള ഈ ഭാഗം ഇരുചക്ര വാഹനങ്ങൾ ഈ വാഹനത്തിന്റെ അകത്തേക്ക് വീഴുന്നതിൽ നിന്നും തടയുന്നു. ഇൻ കേസ് വീണാൽ തന്നെയും ചെറിയ തട്ടുമുട്ട് പറ്റുക എന്നുള്ളതല്ലാതെ വണ്ടിയുടെ വീലിനടിയിൽ പോയി മരണം സംഭവിക്കുന്നതെന്ന് ഒഴിവാക്കുന്ന ഒരു സേഫ്റ്റി മെക്കാനിസമാണ് ലാറ്ററൽ അണ്ടർ റൺ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് പുറകിൽ നിന്നും വരുന്ന ഇമ്പാക്റ്റിനെ തടയുന്ന പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ്. അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന ഹെവി വാഹന ഡ്രൈവർമാരടക്കമുള്ളവർക്കായിരുന്നു ബോധവൽക്കരണം. നിരത്തിലെ അമിത വേഗത കാരണം മറ്റ് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ബോധവൽക്കരണം. 3 ഡ്രൈവർമാരെ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് നടന്നേക്കുന്ന അപകടങ്ങളുടെ ഡ്രൈവർമാരെ നമ്മളിപ്പോൾ വിളിച്ചു വരുത്തി അവരുടെ പൊസിഷൻ ഒന്ന് സ്വിച്ച് ചെയ്തു. അതായത് അവർ വലിയ വണ്ടിയുടെ ഡ്രൈവർ എന്ന നിലയിൽ നിന്ന് ഒരു സൈക്കിളോ ഒരു ബൈക്കോ ഓടിക്കുന്ന ഡ്രൈവറുടെ പൊസിഷനിലോട്ട് മാറ്റി നിർത്തി കഴിയുമ്പോൾ സൈഡിൽ കൂടി പോകുന്ന ആ ബസ്സിൻ്റെ ആ ഷോക്ക് വേവ് അത് അവർ ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോക്ക് വേവ് ഫീൽ ചെയ്തത് അവർക്ക് മനസ്സിലാക്കാനും മീഡിയ മൂലം കേരളത്തിലെയും ബാക്കിയുള്ള എല്ലാ ജനങ്ങളും ഇത് അറിയാനും ആ ഡ്രൈവർമാരിത് അറിയാനും ഇരുചക്ര വാഹനക്കാർക്ക് ആ ഒരു റെസ്പെക്റ്റ് ചെറിയൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു 2 മീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം ഈ ഇരുചക്ര വാഹനക്കാരെ ഓവർടേക്ക് ചെയ്യുക, അവരിത്തിരി ബഹുമാനം കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ബോധവൽക്കരണം പോലുള്ള പരിപാടികളിലൂടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.